കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ സാർ സാധ്യം പഠനം ലളിതം എന്ന പദ്ധതി തുടങ്ങിയത്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? സത്യത്തിൽ കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല സാധ്യം പഠനത്തിൻ്റെ ലക്ഷ്യം. പഠന വൈകല്യം മാത്രമല്ല പഠന പിന്നോക്കാവസ്ഥക്കുള്ള കാരണം. പഠന പിന്നോക്കാവസ്ഥക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഏത് കാരണങ്ങൾ കൊണ്ടും പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് സാധ്യം പഠനം ലളിതം എന്ന പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പഠന വൈകല്യം എന്ന സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. തലച്ചോറിലെ പ്രവർത്തനത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് അനുഭവിക്കുന്നത്. ആ വ്യത്യസ്തത മാറ്റാൻ നമുക്ക് കഴിയില്ല. ആ വ്യത്യസ്തത അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കും. പിന്നെ സാധ്യം പഠനം ലളിതത്തിൽ എന്താണ് ചെയ്യുന്നത്? ഉദാഹരണത്തിന്, ഒരാൾക്ക് അപകടത്തിൽ ഒരു കൈയും നഷ്ടപ്പെട്ടു പോയി. അയാൾക്കും ജീവിക്കണമല്ലോ തുടർന്ന്. അപ്പം ഈ വലത്തെ കൈ ഇല്ലാതെ തന്നെ എങ്ങനെ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാം എന്നുള്ള പരിശീലനമാണ് അവർക്ക് ആവശ്യമുള്ളത്. അതേ രൂപത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പഠന വൈകല്യം ഉള്ള കുട്ടികളാണെങ്കിലും ആ പ്രയാസം അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ അതിനെ അതിജീവിച്ച് മുന്നേറാൻ എന്തെല്ലാമാണ് വേണ്ടത്, ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ പരിശീലനം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്.